أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പം എന്താ പറഞ്ഞത്? ചെന്നായ ഞാൻ കുറഞ്ഞ ഭക്ഷണം കഴിച്ചു കണ്ട് എന്താകും എൻ്റെ വീട് വിട്ടിറങ്ങും. ഏതുപോലെ? കുറഞ്ഞ ഭക്ഷണം കഴിച്ച് വീട് വിട്ടിറങ്ങിയ ചെന്നായയെ പോലെ. എന്നിട്ട് ആ ചെന്നായ മലന്റെ മുകളിൽ പോയിക്കാണ്ട് ഒച്ച ഉണ്ടാക്കിയതും അതേപോലെ മെലിഞ്ഞ തൊഴിച്ചാളല്ലാതെ വേറെ ആരെങ്കിലും അതിന് പ്രത്യുത്തരം നൽകിയോ? ഇല്ല. അങ്ങനെ എല്ലാവരും ക്ഷമയോടുകൂടെ തിരിച്ചുപോയി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയോ? ലാസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? എന്താ കുറെ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്താ? ക്ഷമയാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി ഇന്ന് നമ്മൾ പറയാൻ പോണത് നിങ്ങൾ കണ്ട ഒരു പക്ഷിന? ഏതാ പക്ഷി? കാടപ്പക്ഷി. കാടപ്പക്ഷി. ചില നാട്ടില് ഇതിനെപ്പറ്റി ഞാറപ്പക്ഷി എന്നും പറയാറുണ്ട് എന്നാ പറയണത്. ഞാറപ്പക്ഷി. അങ്ങനത്തെ നാട്ടിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ കാടല്ലേ? ഇതന്നെ നമ്മളെ കാട? ഇതുമല്ല. ഈ ഫോട്ടോത്ത് കണ്ടതല്ലേ കാട? പാറാത്ത കാട ഏതാ? എല്ലാ കാടും പാറൂലേ? ഓക്കെ. കോയിന്റെ മരക്കത്താൻ പറഞ്ഞത് വിരുന്നിനൊക്കെ സൽക്കാരത്തിനൊക്കെ ഉണ്ടാവൂലേ? ആ കാടല്ലേ ഈ കാട? ഇതന്നെയാണത്. ഇതിനാ ചൊറുക്കുള്ള കാടനെ നോക്കിയെടുത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയം കൊടുക്കാൻ കാരണം. സാധാരണ ഇത് നാടനല്ല, ആഫ്രിക്കൻ കാടയെ കണ്ടത്. ആഫ്രിക്കൻ കാട. ഇത് കാടനല്ലാന്നോ? കാടൻ കാട. ഇത് കാടന. ഇത് നല്ല ചൊറുക്കുണ്ട് കേട്ടാ. മാഷാ അല്ലാഹ്. ആയിക്കോട്ടെ. സുഹറുൻ ജമാസ് എന്ന് പറഞ്ഞ എന്താ? ബാക്കി ഉള്ള വെള്ളം. കുതിർ എന്ന് പറഞ്ഞ എന്താ? അക്തറും ജമു കുതിർ, അഹ്മറും ജമു ഹുംർ. എന്താ കട? ചളി അല്ലെ? ചളിന്റെ നിറം. ആ ചിത്രം നോക്കിയങ്ങള് ചളി നിറത്തിലുള്ള കാടല്ലത്. അതിനു വേണ്ടി എന്നെ സെലക്ട് ചെയ്താന്നാ പറഞ്ഞത്. സെറാറിന് രാത്രി സഞ്ചരിക്കുക. കറബൻ എന്ന് പറഞ്ഞാല് രാത്രി സഞ്ചരിക്കുന്നതിനെ പറ്റിയാണ് കറബ എന്ന് പറയുക. പല അർത്ഥങ്ങളുണ്ട്. ഇത് കറബക്ക് രാത്രി സഞ്ചരിക്കാൻ നടത്തുന്നുണ്ട്. അഹ്ഷാ എന്ന് പറഞ്ഞ എന്താ സാധനം? അഹ്ഷാ. അത് ചിത്രം കണ്ട നിങ്ങള്? ഗിബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് നിങ്ങൾ കണ്ട? അതാണ് അഹ്ഷാ എന്ന് പറഞ്ഞാല് അതിന്റെ ആമാശയം മുൻഭാഗം ഉണ്ടല്ലോ, അങ്ങനെ തട്ടുണ്ട്, വെള്ളത്തിൽ ഇങ്ങനെ തട്ടിന്റെ ഒരു ഭാഗം കണ്ട നിങ്ങള്? ആ ഭാഗത്തുള്ള ഭാഗങ്ങളെ പറ്റിയാണ്. ഇതാണ് ഉൾഭാഗത്തിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. അഹ്ഷാ എന്ന് പറയുന്നത് ഉൾഭാഗം അറുത്തിട്ട് നല്ല കടായാക്കി വെച്ചേക്കണം. അല്ല, ഇതിന്റെ പുറംഭാഗം ഉള്ളനാണ് ഉദ്ദേശിക്കുന്നത്. തത്തസൽസൽ എന്ന് പറയുന്ന അർത്ഥം ശബ്ദം ഉണ്ടാക്കുക. അപ്പൊ മൊത്തം പറയേണ്ട ഒരു ആശയം എന്താ വെച്ചാല്, എനിക്കും ദാഹമുണ്ട്, കാടപ്പക്ഷിക്കും ദാഹമുണ്ട്. കാടപ്പക്ഷി തലേന്ന് നേരത്തെ എന്താകും? ദാഹിച്ചു കാണ്ട് എന്തെങ്കിലും വെള്ളത്തിന് ഉറവിടം ഉണ്ടോ എന്ന് തപ്പിക്കാണ്ട് ഇങ്ങനെ സഞ്ചരിക്കും. ഞാൻ കുറച്ച് വേഗം സഞ്ചരിക്കാം. എന്നാലും എന്റെ വേഗത അതിവേഗതയിൽ ഞാൻ എന്താകും? വേഗം പോയിക്കാണ്ട് എന്തായി കാടപ്പക്ഷിന് മുമ്പ് പോയിക്കാണ്ട് വെള്ളം കുടിച്ചിക്കാണ്ട് ഞാൻ എന്താകും? തിരിച്ചു വരും. പിന്നെ കുറച്ച് ആക്കത്തിലേക്ക് കാടപ്പക്ഷി എത്തുള്ളൂ. കാടപ്പക്ഷി വേഗത്തിൽ തന്നെ പോണത്. അതിനേക്കാളും വേഗത എനിക്കുണ്ട് എന്നാണ് ഇപ്പൊ ഈ വരി പറയാൻ പോണത്. ഈ വരി എന്നാലും ഇനിയുള്ള 6 വരി കാടപ്പക്ഷിയെ പറ്റി. കുടിക്കും. ആര് കുടിക്കും? അതാ അതിനപ്പുറത്ത് നീല ബാക്ക്ഗ്രൗണ്ടില് ചളി നിറത്തിലുള്ള കാടപ്പക്ഷികൾ കുടിക്കും. ഞാൻ കുടിച്ചതിന്റെ ബാക്കിയാ കുടിക്കുള്ളൂ. അപ്പൊ എന്താ കാരണം? അപ്പൊ ആരാ ഫസ്റ്റ് പോണത്? ഞാൻ ഫസ്റ്റ് എത്തും. എന്റെ ബാക്കിലാണ് കാടപ്പക്ഷി വരിക. അതിൽ കിട്ടും. സറത്ത്. ഈ കാടപ്പക്ഷികൾ സഞ്ചരിച്ചതിന് ശേഷം. എപ്പോ? കറബ. രാത്രി സഞ്ചരിച്ചതിന്റെ ശേഷം. അപ്പൊ സ്വാതി കാടപ്പക്ഷി രാത്രി, സിനാൻ അഹമ്മദ് രാത്രി നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ മുമ്പ് ഞാൻ ഓവർടേക്ക് ചെയ്ത് കണ്ടതാ വള്ളം കുടിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിലെ കാടപ്പക്ഷി എത്തുകയുള്ളൂ എന്നാ പറഞ്ഞത്. അഷൗഹ. ഈ കാടപ്പക്ഷിന്റെ ഈ മുൻഭാഗം, അതിന്റെ മേട എന്നാണ് മലയാളത്തിൽ പറയാറ്. ആ ഭാഗത്തിനെ പറ്റി മേട. അതിന്റെ മേട അതായത് അതിന്റെ ഉൾഭാഗം തത്തസൽസലു ദാഹിച്ചു കാണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും.
അപ്പൊ അതിനും ദാഹമുണ്ട്, എനിക്കും ദാഹമുണ്ട്. അതിന്റെ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അതിനേക്കാളും വേഗത എനിക്കുള്ളതുകൊണ്ട് ഞാൻ എന്താകും, നേരത്തെ എത്തും, എന്റെ ബാക്കിൽ അത് എത്തുള്ളൂ. അപ്പൊ എന്റെ സുഹൃ മാത്രമേ കാടപ്പക്ഷികൾക്ക് കിട്ടുള്ളൂ എന്നർത്ഥം. ഇതിനുള്ള വേർഡുകളൊന്നും വായിക്കണ്ടല്ലോ ഇനി, വേണ്ട. അടുത്തത് ഹമംതു വഹമ്മത്ത് വബ്തദർനാ വഅസ്ദലത് വശമ്മറ മിന്നി ഫാരിത്തും മുതമഹിലോ. ഹമംതു ഞാൻ ഉദ്ദേശിച്ചു. എന്താ ഉദ്ദേശിച്ചു? ഞാന് വെള്ളം കിട്ടിയ സാധനം കിട്ടിയോ? ഹമംതു ഞാൻ വെള്ളം കുടിക്കാൻ ഉദ്ദേശിച്ചു. വഹമ്മത്ത് ആരും ഉദ്ദേശിച്ചു? ഈ കാടപ്പക്ഷി ഉദ്ദേശിച്ചു. അങ്ങനെ ഞങ്ങള് ഭയങ്കര സ്പീഡ് പോയി. അസ്തലത്ത്, ഇവിടെ അസ്തലിന്റെ അർത്ഥം അർഹ എന്ന കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ട റിവായത്തിൽ ഞാൻ കണ്ടത് റിവായത്തിൽ അസ്രഅത്ത് എന്നാണ്, വേഗതയിൽ. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാല് ഉപരുദ്ദേശിക്കുന്ന സ്വന്തത്തിനെ പറ്റിയാണ്. ഞാൻ ഭയങ്കര സ്പീഡ് പോയി. അസ്രഅത്ത് കാടപ്പക്ഷി സ്പീഡ് പോയി. പിന്നെ അസ്തലക്ക് പിന്താന്നുള്ളതിന് പുറമെ റഹബ എന്ന അർത്ഥമുണ്ട്. അസ്തലക്ക് റഹബ ആ അർത്ഥമാണെങ്കിൽ ഒപ്പിക്കാം. അസ്തലത്ത് കാടപ്പക്ഷിയും പോയി, ഞാനും വളരെ ഉളരിപ്പോയി. എന്നിൽ നിന്ന് ഉളരി. ഷമ്മറ എന്ന് പറഞ്ഞാൽ ഉളരുക അല്ലെ? അപ്പൊ ഷമ്മറ മിന്നി എന്നിൽ നിന്ന് ഉളരി. ആര് ഉളരി? ഫാരിത്തുൻ, സാബിത്ത് എന്നാണ് അടി അർത്ഥം കൊടുത്തുണ്ട് റിഷാദ്. ഫാരിത്തുൻ എന്നിൽ നിന്ന് പരിശ്രമിച്ച ആര്? ഫാരിത്തുൻ മുമ്പേ പോകുന്നവൻ പരിശ്രമിച്ചു. മുതമഹിലിന്റെയും അർത്ഥം സബക്ക എന്നാണ്. അതിന്റെ ഫീല് സെമിയ വസ്നിൽ മഹില എന്നാണ്. മഹില എന്ന് പറഞ്ഞാൽ മുൻകടക്കുക എന്നാണ്. അതിൽ നിന്നുള്ള തഫഅലാണ് തമഹല മുതമഹില്. അപ്പൊ എന്നിൽ നിന്ന് മുൻകടക്കുന്നവൻ പരിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? തെജിരീദ് എന്ന് പറയുന്ന സാധനങ്ങൾ കേട്ടിട്ടുണ്ടോ? തെജിരീദ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തെജിരീദ് ശരിക്കും ഇവിടെ എന്താ വേണ്ടതെന്ന് അറിയാം. അപ്പൊ ഷമ്മർത്തു എന്ന് പറഞ്ഞാൽ മതി, ഞാൻ പരിശ്രമിച്ചു എന്ന്. ഈ ഫാരിത്തും മുത്തമഹിലും ആയ ആൾ ആരാണ്? ഞാനാണ്. ശംഫറ പറ ഞാനല്ല, മൂപ്പരെ പറ്റിയല്ലേ മൂപ്പര് പാടുന്നത്. അപ്പൊ ശരിക്കും ഷമ്മർത്തു എന്ന് പറഞ്ഞാൽ മതി. ഇതിനെ പറ്റി എന്താ പറയാ? സ്വന്തം ശരീരത്തിൽ നിന്ന് ഫാരിത്ത് മുത്തമഹിൽ എന്ന ആളെ എന്താ തെജീദാക്കി പറയാം. നമ്മളെ ശരീരത്തിൽ എടുത്തുകാണ്ട് മാറ്റിക്കാണ്ട് പറയാം. ഷമ്മർത്തു എന്ന് പറഞ്ഞതിന്റെ പകരം എന്താക്കി? ഫാരിത്തും മുത്തമഹിലുമായ ആള് എന്നിൽ നിന്ന് പരിശ്രമിച്ചു എന്ന് പറഞ്ഞാല് ഞാനും ഫാരിത്തും മുത്തമഹിലും രണ്ടും വേറെ വേറെ ആൾക്കാരാ തോന്നുന്ന രീതിയിൽ പറഞ്ഞ പരാഗി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്തായി? ഞാനും വെള്ളം കുടിക്കാൻ ഉദ്ദേശിച്ചു, കാടപ്പക്ഷി ഉദ്ദേശിച്ചു, ഞാനും ഉള്ളരി, കാടപ്പക്ഷിയും ഉള്ളരി. പക്ഷെ എന്റെ ഭാഗത്ത് നിന്ന് നന്നായി മുൻകടക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഞാൻ നന്നായി കണ്ട് പരിശ്രമിച്ചു. അപ്പൊ അവസാനം എന്താ ഉണ്ടായത്? അങ്ങനെ ഞാനും പോയിക്കാണ്ട് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചുകാണ്ട് തിരിഞ്ഞുകാണ്ട് ഞാനൊന്ന് ബാക്കിൽ നോക്കും. ഇപ്പൊ കണ്ട കാഴ്ച എന്താ നിങ്ങൾക്ക്? ഞാൻ അവിടുന്ന് പിന്തിരിഞ്ഞു പോയി. അൻഹാ ഈ കാടപ്പക്ഷിയെ തൊട്ട്. വഹിയ കാടപ്പക്ഷിക്ക് അപ്പത്തെ പണി എന്ന് പറയാം. വഹിയ കാടപ്പക്ഷി തക്കുബു അത് വീണിരിക്കുന്നു. വെള്ളം കുടിക്കുന്ന ഹൗലിന്റെ വെള്ളം കുടിക്കുന്ന ഉക്കറ് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ഭാഗത്തിനെ പറ്റിയാണ് ഉക്കറ് എന്ന് പറയാം. അപ്പൊ ഞാനിവിടെ തിരിഞ്ഞുകാണ്ട് പോരുമ്പോണ്ട് കാടപ്പക്ഷി വന്നുകാണ്ട് എന്താവണം? കാടപ്പക്ഷികൾ ഉണ്ട്. കത്ത ജമ്മാണ്, കത്താത്തിന്റെ ജമ്മാണ് കത്ത. കാടപ്പക്ഷികൾ എല്ലാരും കൂടി ആ വള്ളം കുടിക്കുന്ന ഭാഗത്ത് എന്തായിക്കുന്നു? അത് മറിഞ്ഞിട്ട് പോണക്കുന്നു. പേരും കൂടി ദാഹിച്ചിട്ടാണ്. യുബാഷിറുമിൻഹ ഈ കാടപ്പക്ഷിയുടെ നിന്ന് ഈ വെള്ളത്തെ സ്പർശിക്കുന്നു. യുബാഷിറു ആ വെള്ളം കുടിക്കുന്ന ഉക്കറിനെ സ്പർശിക്കുന്നു. മിൻഹ ഈ കാടപ്പക്ഷികളിൽ നിന്ന് എന്തും റുക്കോനു അതിന്റെ ചിത്രം നോക്കിങ്ങള്. റുക്കോനു എന്ന് പറഞ്ഞാൽ താടയമ തട്ടിക്കണു. എവിടെ? വള്ളത്തിൽ തട്ടിക്കണു. ഹൗസലു നേരത്തെ പറഞ്ഞ ഹൗസലത്തിന്റെ ഹൗസ് എന്ന് പറഞ്ഞാല് പക്ഷിയുടെ ഈ മുൻഭാഗത്തിനെ പറ്റി തന്നെയാണ് വീണ്ടും പറയുന്നത്. ഭക്ഷണം കയറിയിട്ട് ആമാശയത്തേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഈ പമ്പിങ്ങിന്റെ സ്ഥലത്തിനെ പറ്റിയാണ്, ഉൾഭാഗത്തിനെ പറ്റിയാണ് എന്ത് പറയാം. ഈ ചിത്രത്തിലേക്ക് നോക്കി അത് നേരത്തെ കണ്ട അഹ്ഷാനാണ് അവിടെ വീണ്ടും കാണുന്നത്. അപ്പൊ ഇത് ഒന്നായിട്ടാണ് മുസ്തഫാണ് വീണു. സോറി, കാടപ്പക്ഷിയാണ് വീണുകാണ്ട് അതിന്റെ താടിയലും പിന്നെ എന്തും അതിന്റെ ഹൗസല് ഈ ഭാഗം എന്തായിരിക്കും? വള്ളത്തിലാണ് തട്ടിയിരിക്കുന്നത്. പോകല്ല, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല.
ബഷറ എന്ന് പറഞ്ഞ തട്ട് എന്നാണ് അർത്ഥം. كأننا وراها حجرتيه وحوله أضاميم من سفر القبائل نزلوا ഈ കാടൻ പക്ഷിയുടെ ഇറ്റങ്ങ ഒച്ചപ്പാടാണ് വന്നിക്കണോ, വരും ഒച്ചപ്പാട് അവിടെ. കന്ന വഹാഹ ഈ കാടപ്പക്ഷികളുടെ ശബ്ദമായതുപോലെയുണ്ട്. എവിടെയുള്ള ശബ്ദം? ഹജറത്തെ ഈ വെള്ളം കുടിക്കുന്ന ഭാഗത്തിന്റെ ചുറ്റും. ഹജറത്ത് എന്ന് പറഞ്ഞാൽ നാഹിയത്ത് എന്നാണ് അർത്ഥം. അതിന്റെ ചുറ്റുഭാഗത്ത് ഇറ്റങ്ങൾ ഒന്നായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക. ഹൗലവും അതിന് ചുറ്റും. അപ്പൊ ഈ വെള്ളം കുടിക്കുന്ന ഭാഗത്തിന്റെ രണ്ട് സൈഡിലും ചുറ്റുഭാഗത്തും ഇറ്റങ്ങളും ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടാൽ നമുക്ക് എന്താ തോന്നാന്നറിയോ? ഇതാ നമ്മൾ ആരാ ജമാലിയാത്തു തശ്ബീഹി ഈ ഖസീദത്തിൽ ആമിയത്തുൽ അറബ് എന്ന വിഷയത്തിൽ ആരോ പഠനം നടത്തുന്നുണ്ട്. ആരാ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതാ സൊഫ്മാന്റെ പഠനത്തിൽ ഭാഗമാണത്. നോക്കി നിങ്ങള്, ഈ കാടപ്പക്ഷികൾ ഒന്നായിട്ട് ദാഹിച്ച് വരഞ്ഞിക്കാണ്ട് ഈ ഹൗസിന് ചുറ്റും തടിച്ചു കൂടി പിറ്റങ്ങൾ ശബ്ദം കേട്ടാൽ നമുക്ക് എന്താ തോന്നാന്നറിയോ? എന്നാ അലാമീമു യാത്രാ സംഘങ്ങളാണെന്ന് തോന്നിപ്പോകും. ഇൽമാമത്തുൽ ജമാ അലാമീമു എന്ന് പറഞ്ഞ യാത്രാ സംഘം. നുസ്സലോ യാത്രാ സംഘങ്ങൾ, നുസ്സലോ യാത്രക്ക് കഴിഞ്ഞിക്കാണ്ട് ഇറങ്ങിയിരിക്കുന്നു. എവിടുന്നുള്ള യാത്രാ സംഘങ്ങളാണ്? മിൻ സഫിരിൽ ഖബാഇലി വ്യത്യസ്ത കബീലകളിൽപ്പെട്ട യാത്രക്കാരിൽപ്പെട്ട ജനക്കൂട്ടമാണെന്നാണ് നമുക്ക് തോന്നിപ്പോകുക. ഇപ്പൊ നമ്മളെ കോളേജിൽ നിന്ന് നമ്മളെല്ലാവരും നമ്മുടെ കോളേജിലത്തെ ആൾക്കാരെ നമുക്ക് സൈലന്റ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞാൽ സൈലന്റ് ആവുന്നത്. ഇത് വ്യത്യസ്ത കബീലകളിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ സൈലന്റ് പ്ലീസ് കൂടെ നടക്കുമോ? പ്രത്യേകിച്ച് നേതാവൊന്നും ഉണ്ടാവില്ലല്ലോ. അതേ ഏറ്റവും നന്നായിട്ട് വന്നിട്ട് ജഗ പോകാം ഒച്ചപ്പാട് എന്ന്. അപ്പൊ ഇറ്റങ്ങളെ ശബ്ദം കേട്ടാൽ നമുക്ക് എന്താ തോന്നുക? വ്യത്യസ്ത കബീലകളിൽ നിന്ന് യാത്ര പോയ യാത്രക്കാർ തിരിച്ചു വന്ന് കാണുന്ന വെള്ളം കുടിക്കാൻ ഈ ഹൗസിന് ചുറ്റും ഇറങ്ങിക്കാണെന്ന് തോന്നിപ്പോ. തവാഫൈന മിൻ ശത്താ ഇലൈഹി ഫളമ്മഹാ കമാ ലമ്മ അസ്വാദൽ അസ്വാരീമി മൻഹലോ. എങ്ങനെയാ ചിത്രം? ചിത്രത്തിൽ കാണുന്നത് വിശദീകരിക്കുന്നതിന് വേണ്ടി മുസ്തഫ ലീഡിംഗ് മാസ്റ്റേഴ്സ് മുസ്തഫ ആൻഡ് സിനാൻ അഹമ്മദ്. വെൽക്കം സിനാൻ അഹമ്മദ്. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ഒട്ടകത്തിനെ കാണുന്നുണ്ട്. രണ്ട് മനുഷ്യന്മാരൊന്നല്ല, ബാക്കിൽ ഫുള്ള് മനുഷ്യന്മാരാണ്. ഉറക്കത്തിലായിട്ട് രണ്ടാള് മാത്രമേ ശരിക്കും കാണുന്നുള്ളൂ. ആയിക്കോട്ടെ. പിന്നെ ബാക്കിലാണ് പുകട്ടൊക്കെ കണ്ടങ്ങള് എന്തോ ഉണ്ടാക്കുന്നത്? ഒട്ടകർച്ചില്ലേ? കാടമലി. ഒട്ടക ഇങ്ങനെ വെള്ളം കുടിക്കുക എപ്പോഴാണ് മനസ്സിലായത്? അൽഹംദുലില്ലാ. ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിന്റെ സഹായം തേടിയതാണ് ഇതൊക്കെ. ഇരിക്കും. ഒട്ടകത്തിന് ഇങ്ങനെ നിൽക്കാൻ വയ്ക്കാൻ കഴിയാൻ സാധ്യതയില്ല. ഒട്ടകത്തിന്റെ അത് ജിറാഫാണോന്ന് അറിയില്ല. കാല് ഭയങ്കര റിസ്ക് അത്ര വെള്ളം കുടിച്ചാല്. കാരണം കാലാണ് കൗത്ത് ഭയങ്കര നീളല്ലേ. ഇങ്ങനെയാണ് പോയാലും കൗത്താണ് മുറി. അപ്പൊ കാലൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കാണ്ടാണ് അത്ര ഇരിക്കല്. ശരിക്കും എന്തോ അറിയില്ല. നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അവസാനിപ്പിക്കാം. തവാഫൈന മിൻ ശത്താ ഇലൈഹി ഫളമ്മഹാ കമാ ലമ്മ അസ്വാദൽ അസ്വാരീമി മൻഹലോ. തവാഫൈന ഓലെല്ലാരും എത്തിച്ചേർന്നിരിക്കുന്നു. തവാഫൈന ആരോ? ഓലെല്ലാരും പറഞ്ഞ ആരാ? യാത്രാ സംഘങ്ങൾക്ക് വേണ്ടത് അതോ മറ്റേ കാടപ്പക്ഷികൾക്ക് എവിടെ ഉണ്ടത്? ഇപ്പൊ രണ്ടെണ്ണം വന്നു. കാടപ്പക്ഷിനെ യാത്രാ സംഘത്തോട് ഉപമിച്ചിനും വീണ്ടും കാരണം വീണ്ടും ഇവിടെ ഉപമ വരും. നമുക്ക് കാടപ്പക്ഷിക്ക് തന്നെ വിടാം. തവാഫൈന ഈ കാടപ്പക്ഷികളൊക്കെ വന്നു ചേർന്നിരിക്കുന്നത് മിൻ ശത്താ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നാണ്. എവിടേക്ക്? ഇലൈഹി ഈ വെള്ളം കുടിക്കുന്ന ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ ലമ്മഹ ഈ വെള്ളത്തിന്റെ ടാങ്ക്, വെള്ളത്തിന്റെ ഹൗസ് എന്തായി? എല്ലാ കാടപ്പക്ഷികളെയും ചേർത്ത് പിടിച്ചു. ഏതുപോലെ? കമാ ലമ്മ ചേർത്ത് പിടിക്കുന്നത് പോലെ മൻഹലു അരുവി അല്ലേ? നെഹല അല്ല, രണ്ട് പദങ്ങൾ നമ്മൾ പഠിച്ചു ചെയ്യാനാ. നെഹല എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം വെള്ളം കുടിക്കുന്നതിനെ പറ്റി നെഹല എന്ന് പറയാം. അല്ല എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ കുടിക്കുന്നതിനെ പറ്റി. അപ്പൊ കമാലമ്മ മൻഹലു അരുവി ചേർത്ത് പിടിക്കുന്നത് പോലെ ആരെ? അസ്വാദൽ അസ്വാരീമി. അസ്വാദ് എന്ന് പറഞ്ഞാൽ 3 to 10 വരെ എണ്ണം ഒട്ടകങ്ങളെ പറ്റിയാണ് അസ്വാദ് എന്ന് പറയാം. അസ്വാരീം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ വെക്കാം? കമാലമ്മ മൻഹലു അസ്വാരീമൽ അസ്വാദി. അങ്ങോട്ടൊക്കെ ആക്കലില്ലേ? ഉണ്ട്. അപ്പോ ജമാഅത്തൻ നൂക്കി ഒട്ടകത്തിന്റെ 3 മുതൽ 10 വരെയുള്ള ഒട്ടകക്കൂട്ടങ്ങളെ ഈ അരുവികൾ ചേർത്ത് പിടിക്കുന്നത് പോലെ നമ്മുടെ വെള്ളത്തിന്റെ ഹൗസ് ഈ കാടപ്പക്ഷികളെയും ചേർത്ത് പിടിച്ചു. ഒറ്റ വരി കൂടി എടുത്താൽ എന്തായി? ഇതാ ഒറ്റ വരിയോട് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
فعبت غشاشا ثم مرت كأنها مع الصبح ركب من وحالات مجفل فعبت കാടപ്പക്ഷി മോന്തി കുടിച്ചു. അബ്ബ എന്ന് പറഞ്ഞാൽ അർത്ഥം മോന്തി കൊടുക്കുക. എന്താ മോന്തി കുടിക്കാൻ എന്താ? അണ്ട് പോയിട്ട് ഒറ്റ കുടി. ആയിക്കോട്ടെ. അബ്ബ അതാണ് മസ്സു ചെയ്യാതെ കുടിക്കുന്നതിനെ പറ്റിയാണ് അബ്ബ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇങ്ങനെ ഊമ്പി കുടിക്കാതെ ഒരൊറ്റ കൗത്തല്. അപ്പത്തി കാടപ്പക്ഷികൾ മോന്തി കുടിച്ചു. കുറച്ച് വിശാഷിന് രണ്ടർത്ഥന്റെ കലിയിൽ കുറച്ച് കുറച്ച് മോന്തി കുടിക്കുക അങ്ങനെ ഉണ്ടാവുക, അതോ വളരെ അജലത്ത് ധൃതിയോടുകൂടെ മോന്തി കുടിച്ചു അതേക്കാണ് ഒന്നും കൂടി സൂട്ടാവുക അല്ലെ? മോന്തി കുടിക്കുമ്പോൾ ധൃതിയോട് കൂടെ മോന്തി കുടിച്ചു. സുമ്മ അവന് കുടിച്ചു കണ്ട് എന്താ ഒല ദാൻ തീർന്നപ്പോ സുമ്മ മറത്ത് പോലെ എല്ലാവരും അവിടുന്ന് പിന്തിരിഞ്ഞു പോയി. അന്നഹ ഈ കാടപ്പക്ഷികളുടെ സംഘം ആയതുപോലെയുണ്ട്. എന്തായതുപോലെയുണ്ട്? നമുക്ക് എങ്ങനെ വെക്കാതറിയോ? സുമ്മ മറത്ത് സുബിഹി സുബിഹ് ആവുന്നതോടുകൂടി കാടപ്പക്ഷികൾ എന്തായി? അവിടുന്ന് പിന്തിരിഞ്ഞു പോയി. എങ്ങനെ? ഈ കാടപ്പക്ഷികൾ ആയതുപോലെയുണ്ട്. റക്ബുൻ മുജ്ഫിലുൻ മിൻ ഉഹാലത്ത ഉഹാലത്ത് ഗോത്രക്കാരിൽപ്പെട്ട വേഗത്തിലുള്ള സംഘങ്ങളെ പോലെ. റക്ബ് എന്ന് പറഞ്ഞാൽ യാത്രാ സംഘം, മുജ്ഫിൽ എന്ന് പറഞ്ഞാൽ അൽ മുസ്രിഉ എന്നാണ് അർത്ഥം, വേഗതയുള്ള. ഈ ഉഹാല ഗോത്രത്തിന്റെ സംഘങ്ങളെ ഭയങ്കര ചില ഉണ്ടാവില്ലേ, ചില ആൾക്കാരുണ്ട് ഭയങ്കര സ്പീഡുള്ള ആൾക്കാർ. ഈ ഉഹാല ഗോത്രക്കാർ അങ്ങനെയാണ് പറഞ്ഞത്, ഭയങ്കര സ്പീഡ് മാൻ ആണ് പറഞ്ഞത്. നമ്മൾ ഉസൈൻ ബോൾട്ടിന് ശേഷം ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ഒന്നുണ്ടാവില്ലേ? ഇപ്പൊ നമുക്ക് ഉസൈൻ ബോൾട്ടിനെ അറിയുള്ളൂ. അതിന് ശേഷം എത്ര പരിപാടി നടന്നു. ഇപ്പൊ മറ്റേതാരാ വേഗരാജാവ്? ആര്? നെയ്മർ. ആരാ? ഏതായാലും അന്നത്തെ വേഗ രാജാക്കന്മാരായിരുന്നു ഉഹാല ഗോത്രക്കാര്. അപ്പൊ ഇവര് പോക്കാണ് കണ്ടാ തോന്നും റക്ബുൻ മുജ്ഫിലും മിൻ ഉഹാലത ഉഹാല ഗോത്രക്കാരിൽപ്പെട്ട വേഗതയിൽ ഓടുന്ന യാത്രാ സംഘമാണെന്ന് തോന്നിപ്പോകും. ശരിക്കും പറഞ്ഞാല് ഇനി അടുത്തത് വേറെ വിഷയം പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കും താഴെ ഉണ്ടായിരുന്നു, കാടപ്പക്ഷിക്കും താഴെ ഉണ്ടായിരുന്നു. ആ സാധുക്കള് രാത്രി നേരത്തെ പുറപ്പെട്ടു. പക്ഷെ ഞാൻ അതിനേക്കാളും വേഗത്തിൽ പോയി കുടിച്ചുകാണ്ട് തിരിച്ചു പോന്നിക്കാണ്ട് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോ അറ്റങ്ങൾ ഒന്നായിട്ടാണ് എന്തെക്കുന്നു ഒന്നുകാണ്ട് മൂടക്കണം പടക്കൊണ്ട് ഇടിച്ചുകാണ്ട് ദാഹിച്ചിട്ട് പിന്നെ മോന്തി കുടിച്ചു. എന്നാലും ഓല് പരമാവധി വേഗ സ്പീഡ് ഓല് നടന്ന സ്ഥലം കാര്യാക്കിയിട്ട് കൊണ്ടാ പറഞ്ഞത്. മനസ്സിലായല്ലോ? സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.